ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റിനകത്തുള്ള ചുമന്ന കടല വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കടലയും ചെറുപയറൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കടല വെച്ചിട്ട് ഒരു വട ഉണ്ടാക്കാം. വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഞാനൊരു കപ്പ് കടല ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ്. രാവിലെ എന്നിട്ട് ആ കഴുകി വാരി വെച്ചതാണത്. പിന്നെ അത് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഇതാ കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തു. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണിത്, ഒരു മീഡിയം സൈസാണ്. പിന്നെ കുറച്ച് നമ്മുടെ മല്ലിയില അരിഞ്ഞെടുത്താണ്. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണിത്. പിന്നെ കുറച്ച് ചുമന്നുള്ളി ആണിത്. അപ്പം നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഇതിലെടുത്ത് വയ്ക്കാത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മുളക് പൊടിയും കൂടെ വേണം. അത് നമുക്ക് ഈ കടല ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിതാ നമ്മളെ കടല മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താണ്. ഇതുപോലെ ഒന്ന് ചതഞ്ഞ് വരേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ അരഞ്ഞു പോകരുത്. അപ്പോൾ ഒന്ന് ഒറ്റൊരു പ്രാവശ്യം ബ്ലെൻഡ് ചെയ്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കറിവേപ്പില, സവാള അരിഞ്ഞത്, നമുക്കിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതുപോലെ ഈ ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഞാനിതാ നമ്മളെ ചുവന്നുള്ളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടെ ഞാൻ ചേർത്തി കൊടുക്കുകയാണ്. അതായത് ഈ കടലയിൽ നമ്മൾ സാധാരണ വട ഉണ്ടാക്കുമ്പോൾ തൊലിയൊന്നും ഉണ്ടാവില്ലല്ലോ പരിപ്പിന്. പക്ഷെ ഇത് അതുകൊണ്ട് ഈ തൊലി ഉള്ളത് കൊണ്ട് കുറച്ചൊന്ന് സ്റ്റിക്കി ആയിരിക്കാൻ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പൊടിയും കൂടെ ചേർത്തി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളെ കടലപ്പൊടിയും കൂടെ ചേർത്തി കൊടുക്കാം. നമുക്കിതിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തി കൊടുക്കാം. നല്ലപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വടയുടെ മിക്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാനതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതാ ഈ മിക്സ് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഒന്ന് പരത്തി വെച്ചിട്ട് നമുക്കിത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കിത് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പുറമേ ആയിട്ട് നല്ലപോലെ കണ്ട് കരിയും, ഉൾഭാഗം ശരിക്കും വേവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കടലപ്പൊടി ചേർത്തി കൊടുത്തില്ലേ, കടലപ്പൊടിക്ക് പകരം നമുക്ക് മൈദപ്പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്തി കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തി കൊടുത്താൽ മതി. എന്നുവെച്ചാൽ ഇതിൽ തൊലി ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടി പോരാൻ സാധ്യതയുണ്ട്. വട, കടലവട നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ കടലവട ഞാനിതാ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല സൂപ്പർ സ്മെല്ലാണ്, ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുകയാണ്. അപ്പോൾ വൈകിട്ടത്തെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, ബൈ.